ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിട്ട് റോക്കിയെ വളരെയധികം അഭിനന്ദിക്കുകയായിരുന്നു ചെയ്തത്. കാരണം വേറൊന്നുമല്ല, റോക്കി പറഞ്ഞ റോക്കിയുടെ ജീവിതകഥ തന്നെ. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ജീവിതകഥ പറഞ്ഞത് എന്ന്. അപ്പോൾ റോക്കിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാവരും ദുരിതത്തിൽ കൂടി തന്നെയാണ് വരുന്നത്, പക്ഷേ ഞാനൊരു പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്ന ആളാണ്. ജീവിതം എപ്പോഴും പോസിറ്റീവ് ആണെന്നും വിചാരിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ എൻ്റെ സക്സസ്ഫുൾ ലൈഫിനെയാണ് ഇവിടെ തുറന്ന് കാട്ടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും പലരും ദുരിതകഥ മാത്രമാണ് പറയുന്നത്, പക്ഷേ ഞാൻ കരുതി അതൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് റോക്കിയുടെ കഥ എന്തായാലും ഇവിടെ വളരെയധികം ചർച്ചയായിട്ടുണ്ടെന്ന്. റോക്കി ഇതെല്ലാം പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമല്ല, നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടെങ്കിൽ ആ ലൈഫ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കണം എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അന്ന് റോക്കി ഈ കഥ പറഞ്ഞപ്പോൾ പലരും പുച്ഛിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പുച്ഛിച്ച വ്യക്തി ശ്രീരേഖയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ലാലേട്ടൻ പിന്നെ ശ്രീരേഖയുടെ പേരായിരുന്നു വിളിച്ചത്. അപ്പോൾ ഇതിലൂടെ തന്നെ ലാലേട്ടൻ പറയുകയാണ് റോക്കിയുടെ കളി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ബിഗ് ബോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിയുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.